യെസ്, അപ്പോൾ മോർണിംഗ് വാക്ക് തുടരുകയാണ്. ഇവിടെ ഈ ചങ്ങമ്പുഴ പാർക്കിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെ വിരിച്ചിരിക്കുന്ന തണലാണ്. തണൽ വിരിച്ചിരിക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട്. അതിന്റെ എന്താണ് പറയുന്നത്, ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ തണൽ ഇങ്ങനെ ഈ പാർക്ക് മൊത്തത്തിൽ ഇങ്ങനെ വീശുന്നുണ്ടല്ലേ. അത് മാത്രമല്ല, ഉദിച്ചു വരുന്നു സൂര്യൻ, അപ്പുറത്ത് നമ്മൾ ഈ മരങ്ങൾക്കിടയിലൂടെ മരച്ചില്ലകൾക്കിടയിലെ കാണാം. വിട പറയുന്നുണ്ട് അല്ലെ, ഒരു രാത്രി കൂടി വിട വാങ്ങുക എന്ന് പറയുന്ന പാട്ട് പാടാൻ പറ്റുന്നു. ഇനി നമുക്ക് പാട്ട് പാടാൻ അല്പസമയം കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട വാർത്ത നെയ്യാറ്റിൻകരയിൽ സംഭവിക്കുന്നു. അവിടേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകണം. ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കാനുള്ള, വിവാദ കല്ലറ പൊളിക്കാനുള്ള നടപടികൾ അവിടെ ആരംഭിച്ചിരിക്കുന്നു. അവിടെ സമാധി സ്ഥലം ഇപ്പോൾ കെട്ടിമറച്ചിട്ടുണ്ടെന്ന വാർത്തയാണ് ഇപ്പോൾ അവിടെ നിന്നും ഷഫീദ് റാവുത്തറും സജോ ദേവസിയും പങ്കുവെക്കുന്നത്. ഷഫീദ്, അപ്പോൾ അവിടെ ഈ കല്ലറ പൊളിക്കാനുള്ള ക്രമീകരണങ്ങളെല്ലാം ഏതാണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്ത നിമിഷത്തിൽ ഇത് കല്ലറ പൊളിച്ചു തുടങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രജൻ, അങ്ങനെ തന്നെയാണ്. പോലീസിനെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഇക്കാര്യത്തിലെ അസിസ്റ്റൻസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നടത്തിയ നിർണായകമായ നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസും ജില്ലാ ഭരണകൂടവും വളരെ പെട്ടെന്ന് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. പോലീസിനെ സംബന്ധിച്ച് ഒരു മിസ്സിംഗ് കേസാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ മിസ്സിംഗ് കേസിൽ ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണ പുരോഗതി ഉണ്ടാകണമെങ്കിൽ എന്തുപറ്റി ഈ ഗോപൻ സ്വാമിക്ക് എന്നുള്ള കാര്യം കണ്ടെത്തണം. മാത്രമല്ല, ഗോപൻ സ്വാമിയുടെ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിക്കുക കൂടി പോലീസിന്റെ അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ടാർപോളിൻ കൊണ്ട് ഈ സമാധി മണ്ഡപം എന്ന കുടുംബം വിശേഷിപ്പിക്കുന്ന കോൺക്രീറ്റ് ആ ഭാഗം അത് പോലീസ് മറച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഗോപൻ സ്വാമിയുടെ വീട്ടിലേക്കുള്ള പ്രധാനപ്പെട്ട കവാടം ഒരു ഗേറ്റാണ്. ആ ഗേറ്റ് ഇപ്പോൾ പോലീസ് ക്രോസ് ചെയ്തിരിക്കുന്നു. വടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് പോലീസ് ക്രോസ് ചെയ്തിരിക്കുന്നു. ഫോറൻസിക് സംഘം സംഭവ സ്ഥലത്തേക്ക് പുലർച്ചെ തന്നെ എത്തിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് തന്നെ പോകുന്നു ഈ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കലിലേക്ക് എന്നുള്ളതാണ്. ഇത് കേരളത്തിനെ സംബന്ധിച്ച വൈകാരികമായി ഇവിടെ നടന്ന നാടകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ ചർച്ചയായതാണ്. വിശ്വാസം, അന്ധവിശ്വാസം, ആചാരം, അനാചാരം, ദുരാചാരം അടക്കമുള്ള സംവിധാനങ്ങളെക്കുറിച്ച് വലിയ ചർച്ച കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നടന്നൊരു വിഷയം കൂടിയായ സ്ഥിതിക്ക് ഇത് പൊളിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് വൈകാരികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. മാത്രമല്ല പ്രജിൻ, ഇന്നലെ നമ്മൾ ഈ ഹൈക്കോടതി ഇത് പൊളിക്കുക അതല്ലെങ്കിൽ ഇവരുടെ ഹർജി അത് ആ രീതിയിൽ അന്വേഷണം നിർത്തിവെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ മകന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. മകൻ പറയുന്നുണ്ട് അച്ഛൻ മരിച്ചതല്ല, പകരം സമാധിയായതാണ് എന്നുള്ളത്. അപ്പോൾ ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഭാവിയിലെ ആവശ്യങ്ങൾക്ക് മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരില്ലേ? അപ്പോൾ മകൻ പറഞ്ഞത്, അച്ഛന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുത്തു. ബ്രഹ്മമുഹൂർത്തത്തിൽ നിലവിൽ ഇപ്പോൾ എല്ലാ പൂജാതി കർമ്മങ്ങളും നിർവഹിച്ചുകൊണ്ട് അച്ഛന്റെ ആഗ്രഹം സബലീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് മകൻ ഇന്നലെ പറഞ്ഞ കാര്യം. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരെ സംബന്ധിച്ച് അവർ പിന്തുടരുന്ന അവരുടെ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഒരു സംഘടിത വിശ്വാസ പ്രമാണത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ചലഞ്ച് എന്ന രീതിയിലേക്ക് ഇത് വിവക്ഷിക്കാൻ കഴിയില്ല. പലതരത്തിലേക്കുള്ള ചർച്ചകൾ അത് വഴിമാറിവിടാനൊക്കെയുള്ള ശ്രമം പലതരത്തിൽ നമ്മൾ കണ്ടതാണ്. ഇതിന് മുൻപത്തെ ദിവസം ഈ കോൺക്രീറ്റ് ഭാഗം പൊളിക്കാൻ എത്തിയപ്പോൾ വലിയ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ നിൽപ്പുണ്ട്. പക്ഷേ ഹിന്ദു ഐക്യവേദി കോടതി ഇടപെടലിന് പിന്നാലെ അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. നിലവിൽ ഇപ്പോൾ പോലീസ് എടുത്തിരിക്കുന്ന മിസ്സിംഗ് കേസ് അന്വേഷിച്ച് അതിന്റെ ആദ്യഘട്ടത്തിലേക്കെങ്കിലും പോലീസിന് കടക്കണമെങ്കിൽ ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതറിയണം. മാത്രമല്ല, ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ നിലവിൽ ഇപ്പോൾ ഈ മിസ്സിംഗ് എഫ്ഐആർ ഏതെങ്കിലും തരത്തിൽ മർഡർ എഫ്ഐആർ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിൽ രണ്ട് കാര്യങ്ങളിൽ ഒരു ധാരണ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ടാകണം. ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചു? മകന്റെ മൊഴി പ്രകാരം ഗോപൻ സ്വാമിയെ തന്നെ സമാധി മണ്ഡപത്തിലേക്ക് പോയിരുന്ന അവിടെ ഇരുന്ന് സമാധിയായി എന്നാണ് പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ചില ബന്ധുക്കളുടെ അടക്കം മൊഴി ഉണ്ടായിരുന്നു. ഗോപൻ സ്വാമി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കിടപ്പിലായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്നടക്കമുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബന്ധുക്കളിൽ ആരെങ്കിലും അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുവച്ചതാണെങ്കിൽ കൂടി അതിനകത്ത് ഒരു വലിയ ക്രൈം എലമെന്റ് ഉണ്ട്. മാത്രമല്ല, ആ ക്രൈമിന്റെ സീരിയസ്നെസ് അത് വേറൊരു തരത്തിലേക്ക് മാറുകയും ചെയ്യും. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വിഷയത്തിലുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ആദ്യം കിട്ടേണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഗോപൻ സ്വാമി എങ്ങനെ മരിച്ചു, അദ്ദേഹത്തിന്റെ മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തണം. അതല്ലെങ്കിൽ കൂടി ഈ വിഷയത്തിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസിന് കടക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ആദ്യം പോലീസ് ഇന്ന് നടത്തുക ഈ കോൺക്രീറ്റ് ഭാഗം അത് പൊളിച്ച് ഇത് പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിനെ സംബന്ധിച്ച് നിർണായകമാണ്. അടുത്തയാഴ്ച ഹൈക്കോടതിയിൽ സ്ഥിതിവിവര റിപ്പോർട്ട് പോലീസിന് സമർപ്പിക്കേണ്ടി വരും. അതിൽ ഇത് പൊളിച്ചുവെന്നും മൃതദേഹം കണ്ടെത്തിയെന്നും ഗോപൻ സ്വാമിക്ക് ഇതാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കേണ്ടി വരും. പ്രജിൻ, സ്മിത. ഷഫീദ് റൌത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം സജോ ദേവസ്യ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം. ഈ ഷഫീദ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഇതിന് 2-3 എലിമെന്റ്സ് ഇതിലുണ്ട്. അച്ഛൻ മരിച്ചതാണെങ്കിൽ ആ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. 2, സുഖമില്ലാതെ കിടക്കുകയായിരുന്നു എന്ന് അയൽക്കാർ പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? അച്ഛൻ കഞ്ഞി കുടിച്ചു, ഗുളിക കഴിച്ചു എന്നൊക്കെ അന്ന് ആ സംഘർഷമുണ്ടായ സമയത്ത് ആ മകൻ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സത്യാവസ്ഥ എന്താണ്? യഥാർത്ഥത്തിൽ ഇതിന് പിന്നിലുള്ള ഒരു
ദുരൂഹത അത് തന്നെയാണ് ചുരുളഴിയേണ്ടത്. അതെല്ലാവർക്കും അറിയേണ്ടതുണ്ട്. കാരണം ഒരു മരണം നടന്നിരിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ അത് തന്നെ ഇനിയും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഒരുപാട് ദുരൂഹമാണ് കാര്യങ്ങൾ. ഇന്ന് തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? എപ്പോഴായിരിക്കും നടപടിക്രമങ്ങൾ തുടങ്ങുക? സജോ. സ്മിത, സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഇത്രയധികം അപൂർവതകളും സവിശേഷതയും ദുരൂഹതയും നിറഞ്ഞ ഒരു കേസ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരുന്ന ഒന്നാണ് ഈ കേസിന്റെ പ്രത്യേകത എന്നത്, അല്ലെങ്കിൽ സമാധി ഇരുത്തി എന്ന് മക്കളും കുടുംബവും ഒക്കെ അവകാശപ്പെട്ട ഗോപൻ സ്വാമിയുടെ തിരോധാന കേസാണ്. നിലവിലത് തിരോധാന കേസാണ്. ഇനിയിപ്പോൾ അതിനെന്ത് സംഭവിക്കും എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ആ ദുരൂഹത നീക്കപ്പെടുകയും ചെയ്യണം. അപ്പോൾ ഞാൻ നിൽക്കുന്ന യഥാർത്ഥത്തിൽ ഈ ഗോപൻ സ്വാമിയുടെ വീട് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. ഈ കാണുന്ന ഇവിടെ പോലീസ് ഒരു ബടമൊക്കെ കെട്ടി ഈ ഭാഗത്തെ ഗേറ്റൊക്കെ അടച്ച് അവിടെ ക്രമീകരണങ്ങളിലേക്കും പരിശോധനകളിലേക്കും പോകുന്നുണ്ട്. അധികം താമസിയാതെ തന്നെ ഈ കല്ലറ പൊളിക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടക്കും. ആ സ്ലാബ് നീക്കി മൃതദേഹം പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. ഇൻക്വസ്റ്റ് നടപടി പൂർത്തീകരിക്കും. അതിനുശേഷം മൃതദേഹം പുറത്തെടുത്ത് പിന്നീട് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ, അതായത് ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ, ടീം, കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന്, ആ കാണുന്ന വീടിൽ നിന്ന് ഒരു 50 മീറ്റർ ദൂരെയാണ് യഥാർത്ഥത്തിൽ ഈ സമാധി ഇരുത്തി എന്ന് അവർ അവകാശപ്പെടുന്ന കല്ലറ നിലവിലുള്ളത്. ആ ഭാഗത്തേക്ക് നേരെ കാണുന്നത് ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ഈ ഗോപൻ സ്വാമി എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി തന്നെ 2016 സ്ഥാപിച്ചതാണ്. അടുത്ത ആഴ്ച കേസ് പരിഗണിക്കുമ്പോൾ തൽസ്ഥിതി റിപ്പോർട്ട് കോടതി കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടി നടപടികൾ പൂർത്തിയാക്കുന്നു. അതൊക്കെ അറിയോട് തീരുമാനിക്കുന്നത് കേട്ടോ. സാർ, ഈ മൃതദേഹം ഇവിടെ തന്നെ നടപടികൾ പൂർത്തിയാക്കും, അല്ല മെഡിക്കൽ പറയാൻ പറ്റില്ല. ഡോക്ടേഴ്സ് വന്നിട്ടേ പറയാൻ പറ്റും. എത്ര മണി ടൈം കിട്ടിയിട്ടില്ല, കൃത്യം ടൈം കിട്ടിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം ഇങ്ങോട്ടേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഈ ഭാഗത്തേക്ക് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ നടപടികളിലേക്കൊക്കെ പരിശോധനകളിലേക്കൊക്കെ വന്നപ്പോൾ വൈകാരികമായ പ്രതിഷേധം നേരത്തെ ഹിന്ദു ഐക്യവേദി, ഒപ്പം VSTP അടക്കമുള്ള സംഘടനകളുടെ, അതായത് ഹൈന്ദവ സംഘടനകളൊപ്പം ജാതി സംഘടനകൾ, അങ്ങനെയുള്ള സംഘടനകളുടെ പ്രതിഷേധമുണ്ടായി. ഇവരെ അനുകൂലിക്കുന്ന ആളുകളുടെയൊക്കെ പ്രതിഷേധമുണ്ടായി. അത്തരം ആളുകളൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ പോലീസിന് വലിയ വെല്ലുവിളി അക്കാര്യത്തിൽ ഇപ്പോൾ ഇല്ല എന്ന് നമ്മൾ കരുതണം. ഈ വീട്ടിൽ ഗോപൻ സ്വാമിയുടെ ഭാര്യ സുലോചനയും മക്കളും അടക്കമുള്ള ആളുകൾ ഈ വീട്ടിലുണ്ട്. അവരും ഇപ്പോഴൊരു വൈകാരിക പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടില്ല. ഈ ഹൈക്കോടതിയുടെ നിലപാട്, ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് വേണം, ഇക്കാര്യത്തിൽ പരിശോധന വേണം എന്നടക്കമുള്ള നിലപാട് സ്വീകരിക്കും. ആ നിരീക്ഷണത്തോടുകൂടി എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി അതായത് ഇവിടെ നടപടികളിലേക്ക് കടക്കുകയാണ് എന്നാണ് ഉദ്യോഗസ്ഥർ. അതാണ്, അതായത് ഇങ്ങോട്ടേക്ക് നടപടികളിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് നീങ്ങി നിൽക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നിർദ്ദേശിക്കണം. ആ കാര്യങ്ങൾ, അതായത് ഉടൻ തന്നെ ഇതിലേക്ക് കടക്കുക എന്നതാണ് അവർ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്ന ഒരു കാര്യം. അത്തരം പരിശോധനയിലേക്ക് പോകുന്നു എന്നതാണ്. അതായത് നേരത്തെ എല്ലാ പരിശോധന, നിയമപരമായ പരിശോധന, ദുരൂഹത നീക്കാൻ ആവശ്യമായുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ട് അവരുടെ പ്രതിഷേധമില്ല, മറ്റുള്ള ആളുകളും ഇല്ല. അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും. ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ള ആളുകളുടെ സംഘമൊക്കെ ഇങ്ങോട്ടേക്ക്, സർജന്മാരുടെ സംഘവും ഇങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട്. അതുൾപ്പെടെയുള്ള ടീം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പരിശോധനകളിലേക്ക് കടക്കുക, അതായത് ഈ സമാധി എന്ന് വിളിക്കപ്പെടുന്ന തുടരുക. ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വിവരങ്ങളും അവിടുന്ന് ശേഖരിക്കുക. ഷഫീദ് റാവുത്തർ മറുഭാഗത്തുണ്ട്. ഷഫീദ്, ഇപ്പോൾ ഇതിൽ ഈ പ്രതിഷേധം എന്ന് പറയുമ്പോൾ ഈ കുടുംബം മാത്രമല്ല, ഒരു വിഭാഗം നാട്ടുകാരും ഈ സമാധി കല്ലറ പൊളിക്കുന്നതിനെതിരെ രംഗത്തെത്തിയിരുന്നു. ആ കാഴ്ചകളൊക്കെ കണ്ടതാണ്. അവിടെ പോലീസ് വന്നപ്പോൾ ആ രീതിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന തരത്തിൽ നാട്ടുകാരുടെ ഒരു വിഭാഗം ആൾക്കാർ പ്രതികരിക്കുന്നത് കണ്ടു. എന്തുകൊണ്ടാണ് ആ വിഭാഗം ആൾക്കാർ ഇതിനെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ കാരണം? ഈ കുടുംബത്തെക്കുറിച്ച് എന്താണ് നാട്ടുകാർ പറയുന്ന കാര്യം? ഒപ്പം തന്നെ ഈ ഗോപൻ സ്വാമിയുടെ പശ്ചാത്തലം, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നാട്ടുകാരിൽ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട് ഷഫീദ്? നമ്മൾ ഇതിനു മുൻപൊരു പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നത് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസമായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സമാധി മണ്ഡപം, അതായത് ഈ സമാധി സ്ഥലം, ഈ കോൺക്രീറ്റ് ഭാഗം അത് പൊളിക്കാൻ വേണ്ടി പോലീസ് സംഘം അല്ലെങ്കിൽ RDOയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ചില പ്രതിഷേധം, അതിനെ ചില നാട്ടുകാരുൾപ്പെടെ ഏറ്റുപിടിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ
അത് ഇന്നും ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു അപ്ഡേഷൻ ഏതാണ്ടെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രജിൻ. കാരണം ഈ മാധ്യമപ്രവർത്തകരുടെ സംഘത്തെ ഈ സംഭവം നടക്കുന്ന അല്ലെങ്കിൽ സമാധി മണ്ഡപമുള്ള സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരേക്ക് മാറ്റിയിരിക്കുന്നു. 100 മീറ്ററോളം ദൂരേക്ക് മാറ്റിയിരിക്കുന്നു. അവിടെ വടം വെച്ച് തിരിച്ചിരിക്കുന്നു. ആർഡി ഉൾപ്പെടെയുള്ള സംഘം ഉടൻ സംഭവസ്ഥലത്തേക്ക് എത്തിയാൽ പെട്ടെന്ന് തന്നെ പോലീസിന് ഡേ ലൈറ്റിൽ ഇൻക്വസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയും. ഒരു 10 മണിക്ക് മുൻപെങ്കിലും ഇത് പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യം വെക്കുന്ന കാര്യം പോലീസിനെ സംബന്ധിച്ച് വലിയ തലവേദനയായ ഒരു സംഭവമാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ നിയമപരമായി പോലീസ് മുന്നോട്ട് പോയപ്പോൾ വൈകാരികമായി അതല്ലെങ്കിൽ മറ്റു ചില പ്രശ്നങ്ങളുടെ അടക്കം പേരിൽ അത് തടസ്സപ്പെടുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പോലീസിനെ സംബന്ധിച്ചിപ്പോൾ കോടതി അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുണ്ട്. അപ്പോൾ സ്വാഭാവികമാണ് അവർക്ക് ആ രീതിയിൽ ഇതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മാത്രമല്ല ഇനി നമുക്ക് അറിയേണ്ട ഒരു വിഷയം ഈ കുടുംബം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സനന്ദൻ ഉൾപ്പെടെയുള്ള മക്കൾ ഇവിടെ ഉണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് മാത്രമാണ് നമുക്കറിയേണ്ടത്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗോപൻസ്വാമിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. ആ വഴിക്ക് തൊട്ട് മുൻപിൽ പോലീസ് മാധ്യമപ്രവർത്തകരെ അടക്കം അങ്ങോട്ട് പ്രവേശിപ്പിക്കാതെ വടം വെച്ച് മറച്ചിട്ടുണ്ട്. മറ്റെല്ലാ അതായത് ടേബിൾ ഉൾപ്പെടെയുള്ള ഇൻക്വസ്റ്റ് നടപടികൾക്ക് ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഈ വിഷയത്തിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പോലീസിനെ സംബന്ധിച്ചിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കണ്ടെത്തൽ പോലീസിനെ സംബന്ധിച്ച് നിർണായകമായി മാറും. കാരണം എങ്ങനെയാണ് ഗോപൻസ്വാമിയുടെ മരണം സംഭവിച്ചതെന്നുള്ള കാര്യം അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായും അതിനുശേഷമായിരിക്കും പോലീസിനെ സംബന്ധിച്ച് തുടർ നടപടികൾ എങ്ങനെ വേണം. എഫ്ഐആറിന്റെ സ്വഭാവം മാറ്റണം, അത് ഉറപ്പാണ്. എഫ്ഐആറിന്റെ സ്വഭാവം മാറും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഏതായാലും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ സംഭവങ്ങളുടെയൊക്കെ തുടക്കം. അതിനുശേഷം ഇത്രയും ദിവസം നീണ്ട പലതരത്തിലുള്ള സംഭവങ്ങൾ, നാടകീയ സംഭവങ്ങൾ, അതിനൊക്കെ ഒടുവിൽ ഈ വിഷയം ഹൈക്കോടതി കയറിയ ശേഷം പോലീസിനെ സംബന്ധിച്ച് അവർക്ക് അടുത്ത മൂവിനുള്ള സാഹചര്യം അതൊരുങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ നടപടിയിലേക്ക് കടക്കും. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. മാത്രവുമല്ല ഈ ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുണ്ട്. ഫോറൻസിക് സംഘം ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നടപടി, അത് ഒരു ഡേ ലൈറ്റിൽ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം, ഇൻക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രം ഉടൻ തന്നെ അതിനുവേണ്ടി കാത്തു നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പ്രജി. യെസ്, ഷഫീദ് റാവുത്തറും സജോ ദേവസ്യമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സജോ ദേവസ്യ തുടരുന്നുണ്ട് മറുഭാഗത്ത്. സജോ, ഇപ്പോൾ നേരത്തെ ചോദിച്ചാണ്, ഇപ്പൊ നാട്ടുകാരിൽ ചിലരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ. അവരെന്നുള്ള പ്രതികരണങ്ങൾ എന്താണ്? ആരും പ്രതിഷേധങ്ങൾക്കൊന്നും മുതിരുന്നില്ല, കുടുംബങ്ങളൊക്കെ സഹകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചോദ്യം വന്നത് ഒരു വിഭാഗം ആൾക്കാർ അപ്പോഴും ഈ കുടുംബത്തോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. സമാധികൾ തല പൊളിക്കരുത് എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായതിനു ശേഷം അവരുടെ നിലപാട് എങ്ങനെയാണെന്ന് അതുകൂടെ അറിയണം അല്ലേ? അതെ, നാട്ടുകാരിൽ അത്തരം പ്രതികരണങ്ങൾ തയ്യാറാണോ സജോ ഈ ഘട്ടത്തിൽ? ഒപ്പം ഈ ഗോപൻസ്വാമി ആരായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിന്റെ ഒരു ഉത്തരം എന്താണ്? നമുക്ക് ഈ ഗോപൻസ്വാമിയുടെ ഒരു പശ്ചാത്തലം, സ്വാമി എങ്ങനെ സ്വാമിയായി, അതെ, അത്തരം കാര്യങ്ങളൊക്കെ നാട്ടുകാരിൽ അറിയാൻ കഴിയുന്നുണ്ടോ സജോ? പ്രജനസ്മിത, അക്കാര്യവും കൗതുകമുള്ളതാണ്. അദ്ദേഹം നേരത്തെ തൊഴിലാളിയായിരുന്നു, BMS-ലും മറ്റുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു തൊഴിലാളിയായിരുന്നു. അങ്ങനെ വിവിധങ്ങളായ തൊഴിൽ ചെയ്തിട്ടുണ്ട് മുൻപ്. ഇത് ആറാലമ്മൂട്, നെയ്യാറ്റിൻകര ആറാലമ്മൂട് എന്ന് പറയുന്ന സ്ഥലമാണ്. നേരത്തെ അദ്ദേഹം മറ്റൊരു സ്ഥലത്തായിരുന്നു. അങ്ങനെ വിവിധങ്ങളായ സാധാരണ തൊഴിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരാളാണ്. ചുമട്ടുതൊഴിൽ, അങ്ങനെയുള്ള വിവിധങ്ങളായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ്. അതിനുശേഷം അദ്ദേഹം ഇങ്ങോട്ട് വരികയും ഇവിടെ സ്ഥലം വാങ്ങി വീട് വെക്കുകയും പിന്നീട് ഒരു ആത്മീയ വഴിയിലേക്ക് തിരിയുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും പ്രത്യേക സവിശേഷതകളുള്ള ഒരാളായിരുന്നില്ല. സാധാരണ ഒരു വ്യക്തിയായിരുന്നു. ചുമട്ടുതൊഴിൽ, അതുപോലുള്ള തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് അദ്ദേഹം. നേരത്തെ നെയ്യാറ്റിൻകരയിൽ അടക്കം ഈ ട്രേഡ് യൂണിയന്റെ ഭാഗമായിരുന്നു, അതിൽ പ്രവർത്തിക്കുകയും തൊഴിലാളിയായിരിക്കുകയും ചെയ്ത വ്യക്തിയാണ്. പിന്നീടാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നു, ഇവിടെ സ്ഥലം വാങ്ങിക്കുന്നു, പിന്നീട് ആത്മീയ വഴിയിലേക്ക് അടക്കം തിരിയുന്നു. നേരത്തെ ചോദിച്ചൊരു കാര്യം, നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് നടപടിയിലേക്കും മറ്റും കടന്നപ്പോൾ സബ് കളക്ടറും ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ വലിയ തോതിൽ പാടുപെട്ടു. അത്തരമൊരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല എന്നെടുത്ത് പറയേണ്ടതുണ്ട്. കാരണം പോലീസ് നേരത്തെ തന്നെ ഈ ഭാഗത്തേക്കുള്ള പ്രവേശനം അടക്കം തടഞ്ഞിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം അടക്കം നിരോധിച്ച് ഈ ഭാഗത്തേക്ക് മറ്റാരെയും പ്രവേശിപ്പിക്കാതിരുന്നു. മറ്റൊന്ന്, സംഘടനകൾ എന്ന നിലയ്ക്ക് ഹിന്ദു ഐക്യവേദിയും VSTPയുമാണ് ഇവിടെ സ്ഥലത്തെത്തുകയും വലിയ പ്രതിഷേധം നടത്തുകയും ചെയ്തത്. അവർ പിൻവാങ്ങിയിട്ടുണ്ടെന്ന് തന്നെ കരുതണം. ഈ ഘട്ടത്തിൽ അവരില്ല. അതേസമയം ഗോപൻസ്വാമിയുടെ ഭാര്യയും മക്കളും ആ വീട്ടിൽ തന്നെയുണ്ട്. അവരെയും പോലീസ് പൂർണ്ണമായും നിരീക്ഷിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈകാരിക പ്രതിഷേധത്തിലേക്കോ മറ്റോ കാര്യങ്ങൾ കടക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ അവർ എടുക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ നടപടിയിലേക്ക് പോകും എന്ന് ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫോറൻസിക് യൂണിറ്റ് അടക്കം എത്തിയ വാഹനമാണ് ഈ കാണുന്നത്. പോലീസ് സംഘം ഇങ്ങോട്ടേക്കുള്ളൊരു കവാടം, അതായത് ഈ നേരത്തെ ഇവിടെ ഒരു ക്ഷേത്രം 2016 നിർമ്മിച്ചിരുന്നു. അത് ഈ ഗോപൻസ്വാമി മുൻകൈ
മുൻകൈയെടുത്താണ് ഒരു ക്ഷേത്രം വീടിന്റെ സമീപത്ത് തന്നെ നിർമ്മിച്ചത്. അതിനോട് ചേർന്നാണ് യഥാർത്ഥത്തിൽ ഈ സമാധി മണ്ഡപം എന്നവർ വിളിക്കുന്ന കല്ലറയും ഒരുക്കിയിട്ടുള്ളത്. ആ വീടിനോടും ആ ക്ഷേത്രത്തോടും ഒക്കെ തൊട്ടു ചേർന്ന് തന്നെയാണ്. ഈ ഭാഗത്തേക്ക് പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹത്തെയും വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു സംഘർഷ സാഹചര്യം എന്നതില്ല. പക്ഷേ ഈ കേസിന്റെ ഒരു സവിശേഷത, ഇതൊരു നിലവിലൊരു തിരോധാന കേസാണ്. നേരത്തെ അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം. അതായത് വ്യാഴാഴ്ച രാവിലെയോടുകൂടി അദ്ദേഹം നടന്ന് സമാധി പീഠത്തിൽ, അവർ പത്മപീഠം ഋഷിപീഠം എന്ന് വിളിക്കുന്ന സമാധി പീഠത്തിലേക്ക് നടന്നുപോയി എന്ന് പറയുന്നു. അതിനുശേഷം ചടങ്ങുകൾ, ആചാരപരമായ ചടങ്ങുകൾ പൂർത്തീകരിച്ച് സമാധി ഇരുത്തി എന്നാണ് പറയുന്നത്. പിന്നീട് വെള്ളിയാഴ്ച ഈ കാണുന്ന പോസ്റ്ററാണ്, വീടിന് സമീപത്ത് ഒരു 3-4 പോസ്റ്ററുകൾ ഇവിടെ പതിച്ചിട്ടുണ്ട്. ഈ കാണുന്ന പോസ്റ്ററാണ് കുടുംബം ഇവിടെ സ്ഥാപിച്ചത്. അപ്പോഴാണ് ഇത് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്, ഇത്തരം ഒരു സംഭവം ഉണ്ടായി എന്നറിയുന്നത്. ഇതാണ് ആ പോസ്റ്റർ. വീടിന്റെ മുൻപിലുള്ള ഗേറ്റിലൊന്ന്, ഇവിടെ ഒന്ന്, മുകളിലേക്കുള്ള ഭാഗത്തടക്കം ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഈ പോസ്റ്ററോട് കൂടിയാണ്. അതിങ്ങനെ സമാധിയായി, ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായി എന്ന നിലയ്ക്ക് ഒരു പോസ്റ്റർ പതിക്കുന്നു. അത് ഈ കുടുംബം ഈ പോസ്റ്റർ പതിച്ചതിന് ശേഷമാണ് ഈ വിവരം യഥാർത്ഥത്തിൽ, അതായത് ഈ നടക്കുന്നത് 11 മണിക്ക് അദ്ദേഹം നടന്നുപോയി അവിടെ ഇരുന്നു എന്ന് പറയുന്നു. പിന്നീട് ചടങ്ങ് പൂർത്തീകരിച്ച് പുലർച്ചെ 3 മണി വരെ അത് നീണ്ടു. 50 മീറ്റർ ദൂരം പക്ഷെ അദ്ദേഹം കിടപ്പിലായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. അവർ പറയുന്ന ഒരു കാര്യം, അതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഈ പോസ്റ്റർ ഇങ്ങനെ പതിക്കുന്നു. അതിനുശേഷമാണ് ഈ കാര്യത്തിൽ നാട്ടുകാർക്കൊരു വിവരം ലഭ്യമാകുന്നത്. അതിന് പിന്നാലെ അവർ പോലീസിനെ വിവരം അറിയിക്കുന്നു, കൌൺസിലറെ വിവരം അറിയിക്കുന്നു, വിശ്വംഭരൻ എന്ന വ്യക്തി പരാതി കൊടുക്കുന്നു. പിന്നീട് അതൊരു തിരോധാന കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിന്റെ അന്വേഷണത്തിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിലാണ് വൈരുദ്ധ്യം നിറഞ്ഞതും ധാരാളം സംശയവും ദുരൂഹതയുമുള്ള മൊഴികൾ കുടുംബം നൽകിയത്. അവർ പറഞ്ഞത് പിതാവിന്റെ ആഗ്രഹമായിരുന്നു, മോഹമായിരുന്നു. അവിടെ ക്ഷേത്രം സ്ഥാപിച്ചതാണ്, സമാധിയാകണമെന്ന്. അതിന്റെ ഭാഗമായി അദ്ദേഹം തന്നെ ആചാരപരമായി പ്രാധാന്യമുള്ള ഒരു ദിവസം തിരഞ്ഞെടുത്തു. പിന്നീടാണ് അദ്ദേഹം ഗുളികയൊക്കെ കഴിച്ചതിന് ശേഷം നടന്നുപോയി പത്മപീഠത്തിലിരുന്നു. പിന്നീട് മകൻ, അതായത് രാജസേനനാണ്, സനന്ദൻ എന്ന മകൻ അവിടെ ഉണ്ടായിരുന്നില്ല. സനന്ദനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. ചടങ്ങുകൾ ചെയ്തു. പിന്നീട് സ്ലാബ് ഇട്ടു, അത് കല്ലറയിലാക്കി. അങ്ങനെയെങ്കിൽ ഇപ്പോഴതൊരു തിരോധാന കേസാണ്. ഇപ്പോൾ പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ ഒരു സംശയം, അങ്ങനെ ഒരു തിരോധാന കേസ് മാത്രമായി അത് തീരില്ല, പകരം അതൊരു കൊലപാതക സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന സംശയം അവർ പങ്കുവെക്കുകയും ചെയ്യുന്നു. അതേതായാലും പരിശോധനയിലേക്ക് വരട്ടെ. മൃതദേഹം പുറത്തെടുത്ത്, അതിനുള്ളിൽ ഉണ്ടെങ്കിൽ പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് പൂർത്തീകരിച്ച് പിന്നീട് പോസ്റ്റ്മോർട്ടം വേണം. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ശേഖരിച്ച് രാസപരിശോധനയ്ക്ക് അയക്കണം. ഈ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ തന്നെ ഏറെക്കുറെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. മറ്റൊരു സംശയം ഉണ്ടായിരുന്നത്, ഈ കാണുന്ന പോസ്റ്റർ എപ്പോഴാണ് അടിച്ചത്? അത് ഈ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് മുൻപാണോ ഈ പോസ്റ്റർ ഒട്ടിച്ചത്? ചടങ്ങുകൾ പൂർത്തീകരിച്ച് നേരെ ഒട്ടിക്കുകയായിരുന്നു എന്നതടക്കമുള്ള ഉണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് കാണാം, ഈ സ്വാമി എന്നുള്ളതിൽ ഒരു അക്ഷരപ്പിശകൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴാണ് ഈ പോസ്റ്റർ അടിച്ചതെന്നൊക്കെ കാണണം. ഇവിടെ ഈ തൊട്ടപ്പുറത്ത് നേരത്തെ വീടിനോട് ചേർന്ന് തന്നെ ക്ഷേത്രം ഉൾപ്പെടെ സ്ഥാപിച്ചതാണ്. അതുകൊണ്ട് ഇതെല്ലാം ആചാരപരമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണെന്നൊക്കെ അവർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നേരത്തെ മുൻപ് ഈ സമാധിയുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇതുപോലെ ദുരൂഹതകൾ നിറഞ്ഞ, സംശയങ്ങൾ നിറഞ്ഞ, ഞെട്ടിപ്പിക്കുന്ന സ്വഭാവങ്ങളുള്ള, സവിശേഷതകളുള്ള ഒരു കേസ് മുൻപുണ്ടായിട്ടില്ല. നേരത്തെ ആചാരപരമായ പ്രത്യേകതകൾ, വിശ്വാസം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ഇതൊരു കമ്മ്യൂണൽ സ്വഭാവത്തിലേക്ക് പോലും അവർ വാദമുഖങ്ങൾ കൊണ്ട് നിരത്താൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. കാരണം ഇവിടെ രാജ്യത്തെ നിയമപ്രകാരം ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയേ മതിയാകും. അതാണ് കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ വിശദീകരിക്കാൻ ശ്രമിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇക്കാര്യത്തിൽ നിയമപരമായ പരിശോധനകൾ ഉണ്ടാകണമെന്ന നിലപാട് തന്നെ സ്വീകരിച്ചു. അതിൽ തർക്കത്തിന് അടിസ്ഥാനമേ ഇല്ല. ഇനിയിപ്പോൾ കേസ് വീണ്ടും പരിഗണിക്കുന്ന വേളയിൽ സ്റ്റേറ്റ് അഥവാ പോലീസ് തൽസ്ഥിതി റിപ്പോർട്ട് കൊടുക്കണം. അതായത് എന്താണ് ഇക്കാര്യത്തിൽ പരിശോധനയിൽ നിന്ന്, അന്വേഷണത്തിൽ നിന്ന് കണ്ടത് എന്നത്. നേരത്തെ അതിന്റെ ദുരൂഹത നീങ്ങാനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോലീസും കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഷഫീദ് റാവുത്തറും സജോ ദേവസ്യവുമാണ് അവിടെ നിന്ന് തുടരുന്നത്. ആദ്യം ഷഫീദിലേക്ക് പോവാം. ഷഫീദ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒടുവിൽ നിയമത്തിന്റെ വഴിയിലേക്ക് തന്നെ നീങ്ങുകയാണ്. അപ്പോൾ ഇന്ന് അതിരാവിലെ മുതൽ ഈ വാർത്തയിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. അതിന്റെ കാരണവും മറ്റൊന്നുമല്ല, ഇത്രയേറെ നമ്മൾ ചർച്ച ചെയ്ത, കേരളം മുഴുവനും ചർച്ച ചെയ്ത, അതെ അതിലെ ആ ഒരു ദുരൂഹത, അസ്വാഭാവികത. ഈ കഴിഞ്ഞ ദിവസം സ്വർഗവാതിൽ ഏകാദശിയായിരുന്നു. അന്ന് അച്ഛനെ ഇരുത്തണം എന്ന അച്ഛന്റെ ആഗ്രഹം, അത് സാധിച്ചു കൊടുത്തു എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ അച്ഛന്റെ ആഗ്രഹപ്രകാരം അച്ഛനെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയതാണോ, അതോ അച്ഛൻ അതിനകത്തുണ്ടോ? കല്ലറ പൊളിക്കുമ്പോൾ മാത്രമാണ് സത്യാവസ്ഥകൾ ഒരുപാട് പുറത്തു വരിക. ഉള്ള ഒരു സംശയം എന്താണെന്നറിയോ, ഈ പറയുന്നത് പോലെ അച്ഛൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, ഈ കൊലപാതകമാകാം ഇത് എന്നൊരു സാധ്യത പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിനകത്ത് തന്നെ ഇത്തരം എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ടൊക്കെ നാട്ടുകാരിൽ നിന്നും ആരെങ്കിലും പറയുന്നുണ്ടോ? ഈ മക്കളും അച്ഛനും നേരത്തെ തമ്മിൽ ശത്രുതയുണ്ടായിരുന്നോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നോ? അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ കൊലപാതകമാകാം എന്നൊരു സാധ്യത എന്തുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്നു? ഷഫീദ്,
പ്രചരിത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു ഏതെങ്കിലും പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതല്ല എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരോടക്കം സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. പ്രചന ചോദ്യത്തിന് വലിയ പ്രസക്തിയുമുണ്ട്. കാരണം നമ്മൾ അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ മിസ്സിംഗ് FIR മർഡർ FIR ആയി മാറുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പറയാൻ കാരണം ഒരു പക്ഷേ ഗോപൻ സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ടാകാം തന്റെ അവസാന സമയമാകുമ്പോൾ തന്നെ എടുത്ത പീഠത്തിലേക്ക് ഇരുത്തണം. അങ്ങനെ ഇരുത്തുന്നൊരു ഘട്ടം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അത് ഇരുത്തിയിട്ടുണ്ടാകാം. അങ്ങനെ ആ പീഠത്തിൽ വെച്ച് ഇവർ തന്നെ പറയുന്നുണ്ട് ഭസ്മം വിതറിയെന്നും അതേപോലെ തന്നെ പൂജ ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ശ്വാസം മുട്ടിയിട്ടാണ് ഗോപൻ സ്വാമി മരിച്ചതെങ്കിൽ അത് സ്വാഭാവികമായും മർഡറാവും. അത് അതിനകത്ത് പോലീസ് പറയുന്ന അതിനകത്തൊരു സാധ്യതയും അത് തന്നെയാണ്. അങ്ങനെ ഒരു എലമെന്റ് അക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ സംശയിക്കുന്ന ഒരു കാര്യമാണ്. അത് മനഃപൂർവ്വമായിരിക്കില്ല. അതിന്റെ മോട്ടീവ്, വിശ്വാസങ്ങൾ, അതല്ലെങ്കിൽ അവർ പിന്തുടർന്നു വന്നിട്ടുള്ള വിശ്വാസ രീതികൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടിയാകാം. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നിയമ സംവിധാനങ്ങൾ വെച്ച് അതൊരു ക്രൈമാണ്, അതൊരു മർഡർ ക്രൈമിലേക്ക് കാര്യങ്ങൾ പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ആത്യന്തികമായി നമുക്കറിയേണ്ടത് രണ്ട് ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഫലം പുറത്തു വരുമ്പോൾ ഗോപൻ സ്വാമി മരിച്ചതെങ്ങനെ? അത് രോഗശയ്യയിലായിരുന്ന ഗോപൻ സ്വാമി ഇതിന് 3 ദിവസം, അതായത് അദ്ദേഹം സമാധിയായി എന്ന് പറയുന്നതിന് 3 ദിവസം മുൻപ് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹം ചികിത്സ തേടി പോയിട്ടുണ്ട്, അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അയൽവാസികൾ ചിലർ, ബന്ധുക്കൾ ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മരിച്ചത് വീടിനുള്ളിൽ വെച്ചിട്ടാണോ, അതിനുശേഷമാണോ ഈ സമാധി പീഠത്തിലേക്ക് ഇരുത്തിയത്? അതല്ല. രണ്ടാമത്തെ ചോദ്യം, അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നോ സമാധി പീഠത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ? ഇതിലാണ് പോലീസിന് ആശയക്കുഴപ്പം, പോലീസിനെ സംബന്ധിച്ച് സംശയിക്കേണ്ട ഒരു എലമെന്റ് ഉള്ളത്. അത് സ്വാഭാവികമായും അത് പരിശോധനയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അക്കാര്യത്തിൽ വ്യക്തത കിട്ടും. അങ്ങനെ കിട്ടിയതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഏത് രീതിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദിച്ചൊരു കാര്യമുണ്ട്. അതായത് എങ്ങനെയാണ് ഈ വിവരം പുറത്തു വരുന്നത്, എങ്ങനെ ഇത് അറിഞ്ഞു എന്നുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ ഒരു വഴി നമ്മൾ കാണുന്നുണ്ട്. 2 ഫ്രെയിമുകളിൽ ഒരു വഴിയാണ്. ആ ഫ്രെയിമിൽ തന്നെ നമുക്ക് 2 കെട്ടിടങ്ങൾ കാണാൻ സാധിക്കും. ഇടത്തെ ഭാഗത്ത് കാണുന്നത് അത് ഇവരുടെ വീടാണ്. ഇവർ തന്നെ അതിനെ വിശേഷിപ്പിക്കുന്നത് ആശ്രമം എന്നുള്ളതാണ്. ഇവിടെ വെച്ചിട്ടാണോ ഗോപൻ സ്വാമി മരിച്ചത് എന്നുള്ള ചോദ്യത്തിന് മറുപടി നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത്, ഈ വീടിന് തൊട്ട് എതിർവശത്ത്, അതായത് സമാധി വീടമാണ് തൊട്ട് എതിർവശത്ത്, അതിന് കാണുന്ന ഈ കെട്ടിടം എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പൂജാരി, അതല്ലെങ്കിൽ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടയാളെന്ന രീതിയിലാണ് ഗോപൻ സ്വാമി അയൽവാസികൾക്ക് അറിയാവുന്നത് എന്ന് അവർ കൂടി പറയുന്നത് വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ ഈ സ്ഥലം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവത്തിന് ദുരൂഹത വർദ്ധിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പകൽ വെളിച്ചമാണെന്നാണ് മകൻ പറഞ്ഞത്. അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ഈ കോമ്പൗണ്ടിനുള്ളിൽ കൂടി, അതായത് ഈ വീട്ടിൽ നിന്നും സമാധിയിലേക്ക്, ആ സമാധി സ്ഥലം കൂടി രഞ്ജിത്ത് ഫ്രെയിം ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരും. അതായത് ആ നീല ടാർപോളിൻ വെച്ച് മറച്ചിരിക്കുന്നതാണ് സമാധി സ്ഥലം. ഈ സ്ഥലങ്ങളൊക്കെ തമ്മിൽ ഇപ്പോൾ ഇത് കുത്തിപ്പൊളിക്കാൻ വേണ്ടി ആൾ വന്നിരിക്കുന്നു. ഈ കോൺക്രീറ്റ് കുത്തിപ്പൊളിക്കാൻ ആൾ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്നത് കമ്പിപ്പാരയാണ്. അദ്ദേഹമായിരിക്കാം പക്ഷേ ഈ കോൺക്രീറ്റ് കെട്ടിടം അത് തകർക്കുക, ഇപ്പോൾ അത് പൊളിക്കുക. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആദ്യം നടന്നു പോകുന്ന ആളുടെ കയ്യിലൊരു പേപ്പറുണ്ട്. ആ പേപ്പറിനകത്തൊരു പക്ഷേ കമ്പിപ്പാരയായിരിക്കാം. അത് വെച്ച് അടിച്ചു പൊളിക്കുക എന്നുള്ളതായിരിക്കും പോലീസ് ഉദ്ദേശിക്കുന്നത്. അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. കാരണം ഒരു സ്ലാബ് അതിന്റെ മുകളിലുണ്ട്. ആ സ്ലാബ് മാത്രം തകർത്താൽ മതിയാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അത് ഉടൻ തന്നെ ആ പ്രോസസ്സിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വിവരം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇതിന്റെ ദുരൂഹത വർദ്ധിക്കുന്നത് ഇത്രയും വളരെ പ്രധാനപ്പെട്ട, അതിന് തൊട്ടപ്പുറത്തേക്ക് ഒരു റോഡുണ്ട്, അവിടെ ചില കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് രാവിലെ 11 മണിക്ക് ഗോപൻ സ്വാമി സമാധിയാകാൻ വേണ്ടി പോകുന്നു. മണിക്കൂറുകൾ നീണ്ട പൂജ. വെള്ളിയാഴ്ച പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ അച്ഛൻ സമാധിയായി എന്ന് മക്കൾ പറയുന്നു. പിറ്റേ ദിവസം ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു എലമെന്റിന്റെ ഒരു അഭ്യൂഹങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ദുരൂഹതയുടെ എലമെന്റ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. കാരണം ആ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. അതിനുശേഷം തുടർച്ചയായി കുടുംബം നടത്തിയ പ്രതികരണത്തിലും ഈ വിഷയങ്ങളുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു. അത് ആരായിരുന്നു ഗോപൻ സ്വാമി എന്ന് അല്പസമയം മുൻപ് ചോദിച്ചിരുന്നു. ഒരു സാധാരണ മനുഷ്യനായി ഈ നാട്ടിലെ സാധാരണക്കാരനായ വളർന്നൊരു മനുഷ്യനാണ്. അതിൽ നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അതിയന്നൂർ കാവുവിളാകത്ത് ഗോപൻ സ്വാമി എന്നുള്ളതാണ് അദ്ദേഹത്തെ നാട്ടിൽ അറിയപ്പെട്ടത്. അദ്ദേഹം ജീവിതം ആരംഭിച്ചത് നെയ്ത്ത് തൊഴിലാളിയായിട്ടാണ്. പിന്നീട് ചുമട്ട് തൊഴിലാളിയായി. മാത്രമല്ല ഈ ആത്മീയ വഴിയിൽ അദ്ദേഹം പോകുന്നു. ഈ തമിഴ്നാട്ടിലടക്കം ചില ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നു. അതിനുശേഷം തിരികെ എത്തി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പൂജ തുടങ്ങി എന്നുള്ളതാണ് മക്കൾ പറയുന്നത്, ഇവിടുത്തെ അയൽവാസികൾ പറയുന്നത്. ഈ ഗോപൻ സ്വാമി ഈ സമാധി ഇരിക്കാനായി 5 വർഷം മുൻപാണ് ഈ പത്മപീഠം അത് നിർമ്മിച്ചതെന്നും കഴിഞ്ഞ ദിവസം മക്കൾ പറഞ്ഞിരുന്നു. മുൻപ് ഈ ഗോപൻ സ്വാമിയുടെ പേര് മണിയൻ എന്നായിരുന്നു. പ്ലാവിളയിലാണ് ആദ്യം താമസിച്ചത്. പിന്നീട് അവിടെ വെച്ച് നെയ്ത്തുതൊഴിൽ ചെയ്തു. പിന്നീട് ചുമട്ട് തൊഴിലാളിയായി ഇവിടെ നിന്ന് ആറാലമൂട്ടിലേക്ക്, ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് ആറാലമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു. ആറാലമൂട്ടിലേക്ക് അദ്ദേഹം BMS യൂണിയനിൽ ഉണ്ടായിരുന്നു. മാത്രവുമല്ല അതിന് മുൻപ് അദ്ദേഹം ATUCയിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ രക്തസമ്മർദ്ദം, അതേപോലെ തന്നെ പ്രമേഹം തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിലടക്കം അദ്ദേഹം ചികിത്സ ഇപ്പോൾ
RDO കൂടി സബ് കളക്ടർ ഈ സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ബൈറ്റിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം കഴിഞ്ഞ തവണ അദ്ദേഹം ഇത് പൊളിക്കാൻ വേണ്ടി എത്തുകയും അദ്ദേഹത്തിന് വലിയ പ്രശ്നം, അതായത് അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭിക്കുമോ എന്ന് നോക്കാം. അദ്ദേഹം ആരംഭിക്കുന്നതായിരിക്കും, നിയമപരമായ കാര്യങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും. പ്ലീസ് ഒന്ന് വഴി തരും, പ്ലീസ്. ഇദ്ദേഹമാണ് ആദ്യം ഇവിടേക്ക് എത്തിയതും പിന്നീട് ഈ വൈകാരിക പ്രശ്നങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഉപേക്ഷിക്കുകയാണ് നീക്കമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ സബ് കളക്ടർ കൂടി സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ അധികം സമയമെടുക്കില്ല, ഒരു 10 മണിക്ക് മുൻപേ ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഗോപൻ സ്വാമിയുടെ ആശ്രമം എന്ന് അവർ വിശേഷിപ്പിക്കുന്ന വീടിരിക്കുന്ന, അദ്ദേഹം സമാധിയായിട്ടുള്ള ദുരൂഹതകൾ ഒളിഞ്ഞുകിടക്കുന്ന സ്ഥലമുള്ള അവിടേക്ക് സബ് കളക്ടർ പോവുകയാണ്. ഇത് പൊളിക്കാനുള്ള ആൾ ആയുധങ്ങളുമായി അവിടേക്ക് എത്തിയിരുന്നു. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. വലിയ പോലീസ് വിന്യാസമുണ്ട്. നാട്ടുകാരെയും ഈ ഭാഗത്തേക്ക് അടുപ്പിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. നമുക്ക് രഞ്ജിത്ത് ആ വീടിന്റെ അകത്തേക്ക് ഒന്ന് ഫോക്കസ് ചെയ്താൽ അതിന്റെ അകത്തൊരു പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നത് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെ ഉള്ള ഈ ഗോപൻ സ്വാമിയുടെ ബന്ധുക്കളുമായി ഒരുപക്ഷെ സംസാരിച്ച് ഈ വിവരം ധരിപ്പിച്ചേക്കും. കാരണം അവരെ കൂടി ഇത് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ പോലീസ് അവരെ ഒന്ന് അറിയിച്ചിരിക്കും. എന്ത് വൈകാരിക പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചാലും എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും ഇനി കല്ലറ പൊളിക്കും എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. കാരണം അതല്ലാതെ വേറെ വഴി പോലീസിനെ സംബന്ധിച്ചിട്ടില്ല. ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് കുറച്ച് പേരടങ്ങുന്ന ഒരു സംഘം, അത് ആരൊക്കെയാണ് എന്നുള്ളത് അത് ഇപ്പോൾ സബ് കളക്ടറുണ്ട്. അവർ ഈ സമാധി പീഠം, അതല്ലെങ്കിൽ ഈ ഗോപൻ സ്വാമിയെ സമാധി ഇരുത്തിയ സ്ഥലത്തിനടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഉടൻ തന്നെ സബ് കളക്ടർ എനിക്ക് തോന്നുന്നു ഈ വീട്ടിലേക്ക് പോയി വീട്ടുകാരുമായി സംസാരിക്കാനുള്ള ഒരു നീക്കം അദ്ദേഹം നടത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആ വീടിരിക്കുന്ന ഭാഗത്തേക്ക് വരികയാണ്. ഏതായാലും നീക്കങ്ങൾ പലതും നടക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഗോപൻ സ്വാമി സമാധിയിരുത്തി അദ്ദേഹത്തിന്റെ സ്ഥലം അത് പൊളിക്കും. അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തിറക്കും. ഇൻക്വസ്റ്റ് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കും. അതിനുശേഷം പോലീസിനെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ നിർണായകമാണ്. കോടതിയിൽ ഈ സ്ഥിതിവിവര റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് കൈമാറേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആ വീടിന് മുൻവശത്ത് സബ് കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ്, സനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ? ശരി ഷെഫ്, ഇതെന്തായാലും നെയ്യാറ്റിൻകരയിൽ ഏറെ ചർച്ചയായ വിഷയമാണ്. അതിലിപ്പോൾ അല്പസമയത്തിന് തന്നെ ആ കല്ലറ പൊളിച്ച് എന്താണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ദുരൂഹത, അത് നീങ്ങുമോ എന്നുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കും. ജില്ലാ ഭരണകൂടവും ഒക്കെ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കല്ലറ പൊളിക്കും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മോർണിംഗ് വാക്ക് പൂർത്തിയാവുകയാണ്.